നമ്മൾ ഒരു പുതിയ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചിന്ത നമ്മൾ എന്തിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു തരാം. നമുക്ക് രാഹുകാലം, ഗുളികകാലം എന്ന് പറയുന്ന രണ്ട് ദുർമുഹൂർത്തങ്ങൾ ഉണ്ടെന്നാണ് നമ്മളുടെ ജ്യോതിഷപരമായ അറിവ്. കാലാകാലങ്ങളായി നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തി എല്ലാവർക്കും രാഹുകാലം എപ്പോഴാണ്, ഗുളികകാലം എപ്പോഴാണെന്നറിയാം. എന്നാൽ 4 മിനിറ്റിൻ്റെ വ്യത്യാസം ഭൂമിയുടെ ചലനത്തിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് രാഹുകാലവും ഗുളികകാലവും വളരെ വ്യത്യസ്തമാണ്. ഉദയം അനുസരിച്ചാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസത്തെ ഉദയം അനുസരിച്ച് രാഹുകാലത്തിൻ്റെ ദൈർഘ്യം കൂടിയും കുറഞ്ഞും ഇരിക്കുന്നു. അപ്പോൾ രാഹുകാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേത്? എല്ലാവർക്കും രാഹുകാലത്തെ ഭയമാണ്. രാഹുകാലത്തെ ഭയമാണ്. രാഹു അപഹരിക്കുന്ന ആ മുഹൂർത്തത്തിൽ എന്ത് ചെയ്താലും ശുഭകരമായിരിക്കുകയില്ല എന്നൊക്കെ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതത്ര തന്നെ ശരിയല്ല. രാഹു യാത്രയ്ക്ക് മാത്രമാണ് തടസ്സം. രാഹുകാലത്ത് യാത്രയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, യാത്ര മൂലമുണ്ടാകുന്ന നേട്ടങ്ങൾ, ഇവയൊക്കെയാണ് ബാധിക്കുന്നത്. രാഹുകാലത്ത് പെട്ടെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ റോഡിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം തടസ്സപ്പെടാം, നടക്കാതെ ഇരിക്കാം, വിഷമുള്ളുകൾ കൊള്ളാം. ഇപ്പം പിന്നെ വിഷമുള്ളുകളൊന്നും കാണാനില്ല, ചെടികളും കട്ടുപച്ചകളും ഒന്നും റോഡിലില്ലല്ലോ. അപ്പം നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് വേണമെങ്കിൽ കാല് തട്ടി മുറിവേക്കാം. അവിടെ നിന്ന് നമുക്ക് ബാക്ടീരിയയും ഒക്കെ കാലിൽ കടന്ന് പഴുപ്പുകളൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ മരുന്നുകളുണ്ടല്ലോ നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള മരുന്ന്, അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാഹുകാലത്ത് ഇറങ്ങുമ്പോൾ ആ ദിവസം നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഈ രാഹുകാലത്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിവാഹം. രാഹു വിവാഹത്തിൻ്റെ സപ്പോർട്ടീവ് ഫാക്ടറാണ്. രാഹുവും കേതുവും വിവാഹത്തിൻ്റെ സപ്പോർട്ടീവ് ഫാക്ടറാണ്. എന്നാൽ കേതു 7-ലോ 8-ലോ നിന്ന് കഴിഞ്ഞാൽ വിവാഹം താമസമുണ്ടാകും. രാഹു 7 നിന്നാൽ വിവാഹ താമസമില്ല, വൈവാഹിക ക്ലേശങ്ങളുണ്ടാകും. പക്ഷേ മുഹൂർത്തമാകട്ടെ, രാഹുകാലത്ത് മുഹൂർത്തം വന്നാൽ അത് നമുക്ക് എടുക്കാവുന്നതാണ്, പ്രത്യേകിച്ച് ബുധനാഴ്ച. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്കാണ് രാഹുകാലം. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഉച്ചയ്ക്കൊരു മുഹൂർത്തമുണ്ട്. അതിനെ നമ്മൾ അഭിജിത്ത് മുഹൂർത്തം എന്നാണ് വിളിക്കുക. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ എല്ലാ പാപഗ്രഹങ്ങളുടെയും ശിരസ് വിഷ്ണു ഭഗവാൻ വെട്ടിയെറിഞ്ഞിരിക്കുകയാണ് എന്നൊരു വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ ദിവസം വളരെ ഉച്ചിയിലെത്തുന്ന ദിവസമാണ്. അപ്പോൾ നിഴലുകൾ ഇല്ല. എന്താണ് ഈ മുഹൂർത്തം? മുഹൂർത്തം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. വിവാഹ മുഹൂർത്തം, ഗ്രഹം പാലുകാച്ചാനുള്ള മുഹൂർത്തം, കയറി താമസിക്കാൻ മുഹൂർത്തം, കുട്ടിക്ക് നൂല് കെട്ടാൻ മുഹൂർത്തം എന്ന് വേണ്ട ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ, നമ്മൾ സൂര്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സൂര്യൻ്റെ എനർജിയാണ് നമ്മുടെ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ സൂര്യൻ മറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ സൂര്യനെ നിഴലുകൾ മറയ്ക്കുക. ഈ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ അശുഭഫലമാണ് ഉണ്ടാവുക. അപ്പോൾ പാപഗ്രഹങ്ങൾ എല്ലാ രാശികളും നിറഞ്ഞു നിൽക്കുകയും ഒരു രാശി പോലും പാപഗ്രഹങ്ങൾ ഇല്ലാതാകുകയും ചെയ്ത്, പാപഗ്രഹങ്ങൾ ദൃഷ്ടിയോ, ഒരു രാശിയിലും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ സാമീപ്യമോ യോഗമോ ഒന്നും ഇല്ലാതെ വരികയോ ചെയ്താൽ, അല്ലെങ്കിൽ നിഴൽ വീശാത്ത ഒരു സമയം ആണ് നമ്മുടെ മുഹൂർത്തമായി കണക്കാക്കുന്നത്. എന്നാൽ പാപഗ്രഹങ്ങൾ എല്ലായിടത്തും നിരന്നു നിന്നാൽ നമുക്ക് ഓരോ കാര്യത്തിനും മുഹൂർത്തം എടുക്കുമ്പോൾ ഓരോ ഭാവങ്ങൾക്ക് മുഹൂർത്തം, അതായത് ഗ്രഹം പാല് കാച്ചാനോ കുറ്റിയടിക്കാനോ അല്ലെങ്കിൽ കട്ടള വയ്ക്കാനോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്രഹസംബന്ധമായ കാര്യങ്ങൾ നോക്കാൻ നമ്മളുടെ 4-ാം ഭാവമാണ് ശ്രദ്ധിക്കുന്നത്. 4-ാം ഭാവം ശുദ്ധമായിരിക്കണം. മുഹൂർത്തം എടുക്കുമ്പോൾ 4-ാം ഭാവം ശുദ്ധമായിരിക്കണം. ആ 4-ാം ഭാവം ശുദ്ധമായാൽ നമുക്ക് ഗ്രഹസംബന്ധമായ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വേണം. വ്യാഴം അനുകൂലം, അല്ലെങ്കിൽ ശുഭദൃഷ്ടി, ശുക്രൻ്റെയോ ചന്ദ്രൻ്റെയോ ഒക്കെ ദൃഷ്ടി അതിലേക്ക് ഉണ്ടാകണം. അതാണ് മുഹൂർത്തം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത മുഹൂർത്തം എടുത്താൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഒന്നും ശുഭമായിരിക്കുകയില്ല, വളരെ അനർത്ഥങ്ങളുണ്ടാകാം.
അത് ഇന്ന അനർത്ഥം എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെയാണ് 7-ാം ഭാവത്തിൽ, വിവാഹകാര്യത്തിന് 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടം ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹങ്ങളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് മുഹൂർത്തം എടുക്കാം. ഇപ്രകാരം മുഹൂർത്തം എടുക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും നമുക്ക് ഇതുപോലെ എല്ലാ മാസവും മുഹൂർത്തങ്ങൾ അത്ര കണിശമായി കിട്ടുകയില്ല. ഈ ഇത്തവണത്തെ ചിങ്ങമാസത്തിൽ അധികം മുഹൂർത്തങ്ങളില്ലാത്തൊരു മാസമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് ഒരു മുഹൂർത്തം അറിയണമെങ്കിൽ, നമുക്ക് അത്യാവശ്യമാണ് ഇത് നടത്തിയേ തീരൂ എന്നുണ്ടെങ്കിൽ, ഈ ചിങ്ങമാസത്തിൽ തന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാവുന്നതാണ്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ്. മിക്കവാറും നട്ടുച്ചയ്ക്കാണ് അത് വരുന്നത്. ആ നട്ടുച്ച സമയത്താണ് മിക്കവാറും വിവാഹങ്ങളെല്ലാം നടക്കുന്നത്. ഒരുപാട് വിശ്വാസം ഉള്ള ആൾക്കാർ, വിശ്വാസികൾ അല്ലെങ്കിൽ ഒരുപാട് തലത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഈ നട്ടുച്ചയ്ക്ക് വിവാഹം നടത്തുന്നതായി കണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് സൂര്യൻ വളരെ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് നിഴലുകളില്ലാത്ത ഒരു സമയമാണ്. നിഴലില്ലാത്ത സമയത്തിന് നമ്മൾ മുഹൂർത്തം എന്ന് വിളിക്കുന്നു. അഭിജിത്ത് മുഹൂർത്തത്തിൽ ഏത് കർമ്മങ്ങളും നിർവഹിക്കാവുന്നതാണ്. അതിന് പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം ഒരു പ്രശ്നമല്ല. അപ്പം നമ്മുടെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആചാര്യനെ കണ്ടെത്താവുന്നതാണ്. ഏകദേശം ഉച്ചയ്ക്കാണ്, പക്ഷേ അത് ഓരോ ദിവസത്തെയും ഉദയം അനുസരിച്ച്, ഓരോ മാസത്തെയും ഉദയം അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ബുധനാഴ്ച ദിവസം രാഹുകാലം നോക്കേണ്ടതില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം, രാഹുകാലവും അഭിജിത്ത് മുഹൂർത്തവും ഒന്നായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ആ അഭിജിത്ത് മുഹൂർത്തം ആയതുകൊണ്ട് ബുധനാഴ്ച ദിവസം രാഹുകാലത്തിന് പ്രസക്തിയില്ല. ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. യാത്ര പുറപ്പെടാനോ മറ്റോ ഒക്കെ കൊള്ളാം. രാഹു യാത്രയ്ക്ക് മാത്രമാണ് രാഹുകാലം തടസ്സമായിരിക്കുന്നത്. എന്നാൽ രാഹു ഗ്രഹനിലയിൽ 7-ാം ഭാവത്തിലും 4-ാം ഭാവത്തിലും വെക്കുന്ന പ്രശ്നമാണ്. ഏത് ഭാവത്തിൽ രാഹു വരിക, ഇത് ലൂണാർ നോട്ട്സാണ്. അതായത് ഫ്രിക്ഷണൽ പോയിൻറ്റിൽ 2 ഫ്രിക്ഷണൽ പോയിൻ്റ് യു ടേൺ എടുക്കുന്ന സ്ഥലത്ത് അതിവേഗത്തിൽ വരുന്ന എലിമെൻറ്റ്സ് ഫയർ എമിറ്റ് ചെയ്യുന്നു, അഗ്നി ഉണ്ടാക്കുന്നു. അപ്പോൾ അത് നമുക്ക് ആ അഗ്നി, അതായത് തീ കൊണ്ടിട്ടിരിക്കുകയാണ്, തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അതാണ് രാഹുവിനെ നമ്മൾ പേടി, കേതുവിനെ അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഈ രാഹു കാലത്ത് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അനർത്ഥം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ ഈ രാഹു ഗ്രഹനിലയിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് നാശമുണ്ടാകുന്നു. 7-ാം ഭാവത്തിൽ നിന്നാൽ പതിനാശം, ഭാര്യാനാശം, വിവാഹ സംബന്ധമായ വൈവാഹിക ക്ലേശങ്ങൾ, വൈവാഹിക സുഖം അനുഭവിക്കാതെ വരിക, വേർപാട് എന്ന് വേണ്ട സർവത്ര വിവാഹത്തിന് സമയമാണ്. അശന ശയന സുഖം ഭഞ്ജിക്കപ്പെടും. ഇതൊക്കെയാണ് നമ്മളുടെ ഈ 7-ാം ഭാവത്തിൽ രാഹു നിന്നാൽ. അതേപോലെ ലഗ്നത്തിൽ നിന്നാൽ പേഴ്സണാലിറ്റി ഡിഫക്റ്റ്, വ്യക്തിത്വ വൈകല്യം ഒക്കെ ഉണ്ടാകുന്നതായി കാണാം. അങ്ങനെ ഓരോ ഭാവത്തിൽ, 2-ാം ഭാവത്തിൽ നിന്ന് വരുമാനത്തെ ബാധിക്കും, 3-ാം ഭാവത്തിൽ നിന്ന് സഹോദരങ്ങളെ ബാധിക്കും, 4-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ജലം, വെള്ളം, വീട്, അമ്മയെ ബാധിക്കും, 5-ാം ഭാവത്തിൽ നിന്നാൽ സന്താനങ്ങളെ ബാധിക്കും. സന്താനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, സന്താനങ്ങൾ അബോർഷനാകാൻ സാധ്യതയുണ്ട്, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ കൊണ്ടുള്ള മനക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ രാഹുവിൻ്റെ ഗ്രഹനിലയിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഓരോ ഭാവത്തിൽ നിൽക്കുമ്പോഴും ഓരോ ഭാവത്തെയും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രാഹുകാലം. ഗുളികകാലം എന്ന് പറയുന്നത്, നമ്മൾ ഗുളികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒരു ഇഫക്റ്റാണ്. എന്താണ് ഗുളികൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ആ ഗുളികനുണ്ട് എന്നൊക്കെ. ഗുളികൻ സാധാരണയായി നെഗറ്റീവ് ഇമ്പാക്റ്റ്, നെഗറ്റീവ് എനർജി. ഉദാഹരണം പറയാം, ഏത് എനർജി നമ്മൾ ഉപയോഗിച്ചാലും തീർച്ചയായിട്ടും അതിൽ കൂടെ എമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിസർജ്യ വസ്തു ഉണ്ടാകുന്നു. ഇപ്പോൾ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക, നമ്മളറിയുന്നില്ല. നമ്മൾ വളരെ ഉത്സാഹത്തിൽ വാഹനക്കാരുടെ പരസ്യമൊക്കെ കണ്ട് ഓടിച്ചെന്ന് വാഹനമൊക്കെ വാങ്ങിച്ച്, റോഡ് നിറയെ വാഹനമാണ്, നമ്മളറിയുന്നില്ല. നമുക്കിഷ്ടം പോലെ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തീ കത്തുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡയോക്സൈഡ് വിസർജിക്കുന്നു. ഇതെല്ലാം നമുക്ക് ആരോഗ്യത്തിന് എതിരാണ്. നമുക്ക് ധാരാളം ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ കാരണത്തിലും ഓരോ കാര്യങ്ങൾക്കും ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്.
ഇനി എന്താണ് ഗുളികൻ എന്ന് പറഞ്ഞു തരാം. ഗുളികനെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഗുളികൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇഫക്റ്റാണ്. ആ ഗുളികൻ സഞ്ചരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എല്ലാം പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സോളാർ സിസ്റ്റത്തെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോളാർ സിസ്റ്റത്തിൽ വരുന്ന പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ഗുളികൻ രാഹു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഗുളികൻ ഉദിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കൊള്ളില്ല. ഗുളികോച്ഛിഷ്ടം എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. ഇതെല്ലാം കണക്കുകളാണ്. ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം അറിയാവുന്നവർക്കൊക്കെ ഇത് മനസ്സിലാകൂ. ഗുളികോച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ഗുളികൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. അതൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഗുളികൻ നിൽക്കുന്ന സമയം നമുക്ക് വാക്കുകൊണ്ടെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ഫലിക്കും. ചില കുട്ടികളൊക്കെ വളരെ മോശമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ മരിക്കും, ഞാൻ സ്വയം മരിക്കും, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ പ്രാക്ക് എന്നും പറഞ്ഞ് നീ ശരിയാവില്ല എന്നൊക്കെ മനം നൊന്ത് മാതാപിതാക്കളോ ആരെങ്കിലുമൊക്കെ ശപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗുളികൻ നിൽക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ഫലിക്കും എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അനുഭവത്തിലും അത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗുളികൻ എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷേ പറഞ്ഞു തരാം. അതിവേഗത്തിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ഹൈവേയിലൂടെ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പാവപ്പെട്ട ഒരു കോഴി ഇങ്ങനെ കൊത്തിപ്പറുക്കി അവിടെ ഉണക്കാനിട്ടിരുന്ന വൈക്കോലിൽ നിന്ന് ഉതിർന്ന് വീണ നെല്ലൊക്കെ കൊത്തിപ്പറുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിവേഗത്തിൽ സൂപ്പർ ഫാസ്റ്റ് കടന്നു പോകുമ്പം കോഴിയെ ഒരു കാരണവശാലും സൂപ്പർ ഫാസ്റ്റ് തൊടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വണ്ടി അങ്ങ് നീങ്ങിക്കഴിയുമ്പം കോഴി കൊക്കൊക്കൊക്കോ എന്ന് പറഞ്ഞ് പറന്നങ്ങ് മാറുന്ന കാണാം, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറന്ന് മാറുന്ന കാണാം. ഈ ഇഫക്റ്റാണ് ഗുളികൻ. അങ്ങോട്ട് പോയ ഊർജത്തിൻ്റെ ഒരു തള്ളൽ, അത് നെഗറ്റീവാണ്. അത് നമ്മളെ ദോഷമായി ബാധിക്കും. ഇനി നമുക്ക് മുഹൂർത്തങ്ങളെക്കുറിച്ച് വരും ആഴ്ചകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഈ രാഹുകാലം ഗുളികകാലം എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു ജ്യോത്സ്യന് മാത്രമേ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം ഉദയം അനുസരിച്ച് രാഹുകാലം മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടത്തെ രാഹുകാലമല്ല ഇപ്പോൾ. രാഹുകാലമാണെന്നും പറഞ്ഞ് നമ്മൾ യാത്ര മാത്രം ഒഴിവാക്കിയാൽ മതി. മറ്റ് കർമ്മങ്ങൾക്ക് വേണ്ടി രാഹുകാലം വർജിക്കേണ്ട. എന്നാൽ ഗുളികകാലം എല്ലാ നല്ല കാര്യത്തിനും വർജിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ജ്യോതിഷപരമായ ചെറിയ ഒരറിവ്, എനിക്കുള്ള ചെറിയ അറിവ് നിങ്ങൾക്ക് പകർന്നു തന്നതാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ പുതിയ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസവും അല്ലെങ്കിൽ നന്മയും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും അതുവരെ ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.